ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമോളോസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ തൊഴിലുറപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി, പിന്നെ ഇപ്പം ഉച്ച കഴിഞ്ഞത്തെ പണി കഴിഞ്ഞിട്ട് വന്ന ഭാഗമാണ്. അപ്പോൾ കുളിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയ്ക്ക് ഇൻട്രോ ആക്കി എടുത്തേക്കാം. അത് കാരണം ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ തൊഴിലുറപ്പ് സ്ഥലത്ത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മുടെ സുരേന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ചേട്ടൻ പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്, കുറേ പാട്ടുകളൊക്കെ പാടി തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം ചേട്ടാ, ഒത്തിരി താങ്ക്സ്. അപ്പം നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് പറയാറുണ്ട് കേട്ടോ എന്നോട്, സിന്ധുമ്മ തൊഴിലുറപ്പുണ്ടെ പൊക്കോണേ. കാരണം സിന്ധുമ്മ തൊഴിലുറപ്പിന് കൊണ്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പി എനർജി, സന്തോഷവും പാട്ടും കൂത്തും മെളങ്ങും ഒക്കെ. അപ്പം നമുക്ക് എവിടെ സന്തോഷം കിട്ടുന്നോ അത് നമ്മൾ തന്നെ കണ്ടെത്തുക എന്ന് ഒത്തിരി പേര് മെസ്സേജും കമൻറ്റും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പം സത്യം പറയാമല്ലോ, ഇപ്പം ഭയങ്കര ഒരു എനർജിയും ഭയങ്കര ഒരു പോസിറ്റീവും ഒക്കെയാണ് തൊഴിലുറപ്പിന് പോകുമ്പോൾ. ആ പണി ചെയ്യുമ്പോഴാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് മടുപ്പ് തോന്നത്തില്ല. എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ്, അയ്യോ ഇതിനകത്ത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തൊരു കാര്യം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനത് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു മോള് 2-3 കോമഡിയുടെ ഇതിട്ട് തന്നിട്ടുണ്ടായിരുന്നേ. വാട്സപ്പിനകത്ത് കുറച്ച് വരുന്നേ, യൂട്യൂബിനകത്ത് വരുന്നത് വാട്സപ്പിൽ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക്. അപ്പം ഞാൻ തൊഴിലുറപ്പ് സമയത്ത്, റെസ്റ്റ് സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഓണാക്കിയേ. എന്നാ ചാക്കും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് തൊഴിലുറപ്പ് ഉള്ള പെണ്ണുങ്ങളുടേതാണ്. അത് ആളുകൾ എവിടെയുള്ളവരോ പത്തനംതിട്ടയോ പത്തനംതിട്ട പോന്നി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണെന്ന് തോന്നുന്നു. നമ്മുടെ തൊഴിലുറപ്പിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരും മൊത്തം അവരുടെ ബിഗ് ഫാൻ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് വന്ന് ഒരു ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എന്നാൽ നമുക്കങ്ങ് തുടങ്ങി. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. എന്നാൽ നമുക്കങ്ങ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാനോടത്ത് പണി തുടങ്ങാൻ പോവായിരിക്കുന്നത്. പണി തുടങ്ങാനല്ല, പ്ലാസ്റ്റിക്കും ചാക്കും ഒക്കെ വിരിച്ച് കിടക്ക് ചേച്ചി അങ്ങോട്ടോ, ചേച്ചിന്നോ കൊച്ചേച്ചിന്നോ എന്ന് വേണ്ട കാര്യമായിരുന്നു, വിറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ദൈവമേ, അതൊക്കെ ഒരു ഭയങ്കര കഴിവാണ് കേട്ടോ. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്നു, അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ വലിയ ഫാനാണ് ഞാനും. അപ്പോൾ ഇതിട്ട് തന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടിട്ടേ, ഞാൻ വൈകിട്ട് ഇവിടെ വന്നിട്ട് ആ മോക്ക് മെസ്സേജ് ഇട്ടു, എൻ്റെ മോളെ ഞങ്ങൾ ഇന്ന് തൊഴിലുറപ്പിൽ പോയപ്പോൾ ഇത് ഞാൻ കണ്ടു. അവരെല്ലാവരും കണ്ടായിരുന്നു, ഞാനാ കാണാത്തുള്ളായിരുന്നു. പക്ഷേ ഇത് എത്ര കണ്ടാലും മതി വരുന്നില്ല. പിന്നെ എല്ലാവരും ഇത് കണ്ടിട്ട് ചിരിയാണത്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും അവിടെ നിന്ന് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചി എന്നോട് പറഞ്ഞ കാര്യം എന്താ പറയുക, എന്നെ മമ്മീന്നാണ് അവൾ വിളിക്കുന്നത് കേട്ടോ. മമ്മി ആ ഷർട്ടൊക്കെ ഇട്ട് ആ തോർത്തൊക്കെ ഇട്ട് ആ തുമ്പൊക്കെ പിടിച്ച് പോകുന്ന ആ പോക്ക് കണ്ടപ്പോഴേ ഞാൻ മനസ്സിലോർത്ത് ഇത് മമ്മിക്ക് ഇട്ട് തരാതെ. അവര് പൊടി കളിപ്പോട്ടെ, ഞങ്ങൾ പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് മറ്റുള്ള തൊഴിലുറപ്പുകാരെ കളിയാക്കിയതൊന്നുമല്ല, അവരുടേതായ ഒരു ഇഷ്ടം, അവരുടെ ഒരു കല നമ്മുടെ മുമ്പിലോട്ട് എത്തിച്ചാണ് കേട്ടോ. ഒത്തിരി 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 സന്തോഷമായത് കണ്ടപ്പോൾ. ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കുക, ശരിക്ക് അധ്വാനിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് പകുതി അസുഖം മാറും. കാരണം എന്താണെന്നറിയോ, ഇപ്പം ഇവിടെ നമ്മുടെ എൻ്റെ കൂടെ വരുന്ന അച്ചാമാൻറ്റി, പിന്നെ അമ്മാമ്മ, കുമാരി ചേച്ചി, പിന്നെ അത്യാവശ്യം ചേച്ചിമാരെല്ലാം എന്ന് പറഞ്ഞോണക്ക് ദൈവമേ പാട്ട് പാടിക്കാൻ കേട്ടുന്ന കേട്ടോ. വീഡിയോ എല്ലാം വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ സിംഹാസനം എവിടെ കിട്ടും? ഇത്രയും വലിയ സിംഹാസനം എവിടെ കിട്ടും? ഇത്രയും വലിയ സിംഹാസനം എവിടെ കിട്ടും? അല്ലേ? ഏത് വേണം പാടിക്കും? നല്ല പാട്ട് പാടിക്കോ? പഴയ പാട്ട്, നല്ലൊരു പാട്ട് ആലോചിക്കും കേട്ടോ, ഏത് പാടണോന്ന്. ഹൃദയവാഹിനി അറിയാവോ? മറന്നുപോയി. അതിലറിയാവുന്ന ഏതെങ്കിലും പാടിക്കോ? ഏതെങ്കിലും പാട്ട് ഞങ്ങളൊരു 90s 80s ഒക്കെ ഞാൻ അറിയത്തുള്ളൂ. കണ്ണീർ കായില്ലേതോ കുറച്ചെങ്കിലും പാടണം. പാട്ട് പാടി ഞാൻ അന്നേരം വന്നില്ലല്ലോ, കഷ്ടം. യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുമ്പിലെന്നെ സമർപ്പിക്കുന്നു. ആലംബവും ആത്മദുഃഖങ്ങളും
കാഴ്ചവെക്കുന്നിതാ ബലിയിൽ. ഞാനറിയാത്തൊരു ലോകത്തു നിന്നും കാരുണ്യം ചൊരിയും നാഥ, നിന്മനക്കണ്ണാൽ നോവുമോരോർമ്മ അലയുന്നു നിന്നു രൂപം. അനുഗ്രഹിക്കൂ നാഥാ വേഗം, അനുഗ്രഹിക്കൂ വേഗം. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുമ്പിലെന്നെ സമർപ്പിക്കുന്നു. ആലംബവും ആത്മദുഃഖങ്ങളും കാഴ്ചവെക്കുന്നിതാ ബലിയിൽ. കൈ വിട്ടുള്ളേ ഓഹല്ല പാടിയതാണോ? പാടിയോ? വയസ്സ് 68. വയസ്സ് 68. പ്രായമൊക്കെ പബ്ലിക്കിലോട്ട് മൊത്തം പറയാതെ വിളിച്ച് പിടിക്കാൻ ഇവിടെ പാട്ട് കച്ചേരി അവിടെ തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയം ഇന്നു മുടക്കും ഞാൻ. തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമുന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറി തമ്പുരാട്ടി, നിന്റെ അതെ അവിടെ കൊറേ അറിയുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ ഗാനമേള നടത്തുന്നത്. പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ഈ പാടുന്നവരെ കൊണ്ട് പാടിയാലാ പാടിക്കാൻ ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു പറഞ്ഞ കമന്റ് ഒന്നും കേൾക്കണ്ട. സങ്കടമായിരുന്നു. ഉൾക്കൊണ്ട് പാടും, അത് മനസ്സിലാക്കണം. പൊട്ടും തിരിയാതെ ഒരു തൊട്ടാവാടി തമ്പുരാട്ടി, ആറാട്ടുകുളത്തിലെ അഴകിൻ്റെ ചോലയിൽ കടിഞ്ഞൂൽ പെണ്ണായൊരു പൊന്നുഷസ്. അമ്മയെ പോലവൾ കേഴഴക പാടാതിരിക്കുന്നുണ്ട്. വാടി തമ്പുരാട്ടിക്ക് ഇട്ടാവട്ടത്തിൽ ഒരു മനസ്സ്. തൊട്ടാവാടി തമ്പുരാട്ടിക്ക് ഇട്ടാവട്ടത്തിൽ ഒരു മനസ്സ്. അവളെ സ്നേഹിച്ച അമ്പലപ്രാവിനും ചിറകുമുളച്ചതും അവിടെ വച്ച്. ആ ചിറകുമുറിഞ്ഞതും മനസ്സിൽ വെച്ച്. അവനവൾ കേകിയ പൂമ്പൊടികൾ ഒരു പ്രേമ ചുംബന സ്മൃതി സുമങ്ങൾ. എവിടെ പിടിച്ച് പറഞ്ഞു ആരെയാണേലും കേട്ടിട്ട് പഠിക്കണ്ട്. കോപ്പി അടിച്ചാലും പറഞ്ഞു പാവം പാടിക്കൊണ്ടിരുന്നത് മൂട് കളഞ്ഞു. ഇപ്പണ്ട് എന്റെ പിള്ളേരൊക്കെ ഈ പാട്ട് പാടി സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടോ? ഒരു കൗസല്യ വന്നില്ല. കറക്റ്റ്. ഇന്ന് ചേച്ചി വന്നിട്ടില്ല കേട്ടോ. നമ്മള് കൗസ് വന്നെങ്കിൽ കൗസ് കൊടുക്കും. തന്നില്ല. എന്റെ ദൈവമേ, രണ്ടും കൂടെ എപ്പോഴും അടിയാട്ടോ. മുട്ടടി ബ്ലോക്ക് ചെയ്യാൻ അറിയത്തില്ല.
കൊട എടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മാമേ കണ്ണാടി മൂക്കുത്തി മാണിക്ക സിവപ്പ് മച്ചാനെ എന്നടീറക്കമ്മ പല്ലാക്ക് നെരുപ്പ് നെഞ്ചു കുലുങ്കുതടി കണ്ണാടി മൂക്കുത്തി മാണി സിവപ്പ് മച്ചാനെ ഇളുക്കുതടി ഞാനൊന്ന് സിരയെടുത്തി ഒന്ന് രണ്ടാമേ അമ്മൂക്ക് ചുണ്ട് അടിരാസാത്തി മുത്തോട് മുത്ത തരവാ എന്നടീറക്കമ്മ പല്ലാക്ക് നെരുപ്പ് എന്നെഞ്ച് കുലുങ്കുതടി മാണിക്ക സിവപ്പ് മച്ചാനെ ഇളുക്കുതടി 5 രൂപയ്ക്ക് മണിമാല അത് കഴുത്തുക്ക് പൊരുത്തമടി 5 രൂപയ്ക്ക് പാട് പിള്ളേരെ മണിമാല നിൻ കഴുത്തുക്ക് പൊരുത്തമടി தப்பாமை நான் உன்னை சிறையெடுத்து அது ரெண்டாக இருக்கட்டுமே நாக்கு அடி மூக்கு அடி சுண்டு அடி ராஜா தேத்தோடு முத்த தரவா അമ്മാമ ഓടിയോ അമ്മാമ ഓടിയേ കുറച്ച് പാട്ട് കേട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് വേറെ ലൈനാണ് അതാ അവള് നിന്ന് വിടുന്നത് നോക്ക് ഒരെണ്ണം പാട്ട് കേട്ട് അല്ല ഫോൺ കോള് വന്നു കേട്ടോ ദേ കുത്തിയിരിക്കുന്നത് അങ്ങനെ പാത്ത് പതുക്കി പോയിരിക്കണ്ട ആ അന്നേരം അല്ല ഇനി അടുത്ത പ്രാവശ്യട്ടെ തൂകുന്ന ചന്ദ്രികേ പരിഭവമാണോ ഈ പുഞ്ചിരി പരിതാപമാണോ പരിഹാസമാണോ പരിതാപമാണോ പരിഹാസമാണോ പറയൂ പറയൂ പൂനിലാവേ തൂമന്ദഹാസം തൂകുന്ന ചന്ദ്രികേ പരിഭവമാണോ ഈ പുഞ്ചിരി താരാട്ടു പാടുവാൻ തിടുക്കമായോ താരാട്ടു പാടുവാൻ തിടുക്കമായോ തലിയണിയാത്ത പെണ്ണേ താരാട്ടു പാടും തിടുക്കമായോ തങ്കക്കരിവള കൈലണിയാം തങ്കക്കരിവള കൈലണിയാം താമരത്തൊട്ടിൽ തീർത്തു തരാം ഞാൻ തീർത്തു തരാം ഞാൻ തീർത്തു തരാം പെണ്ണു കെട്ടിനു കുറിയെടുത്തിനു ചേർക്കണേ കായലരികത്തു വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കും ഒരു ഞറുക്കിനു ചേർക്കണേ അങ്ങനെ പലയിടത്തുനിന്ന് എടുത്ത് പാടിയാൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലവാരി കോമലാളെ കണ്ടു താരകങ്ങൾ
തപ്പ ചേച്ചി താമരയോ എൻ താരണി മലർച്ചൊരിഞ്ഞു തങ്കച്ചിപ്പിയോ ഒരു സംഗീത ബിന്ദുവായി വളർന്നുവെങ്കിൽ. അപ്പൊ എന്റെ വെള്ളമൊക്കെ അടുപ്പേ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പോയി കുളിച്ചേക്കാം. എന്നാ പിന്നെ പിന്നെ നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു 1-2 കർത്തവ്യങ്ങളുണ്ടല്ലോ തീർക്കേണ്ടിയേ. എന്താ വൈൻഡപ്പ് ഇൻട്രോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ വൈൻഡപ്പ് കൂടി ഇവിടെ തന്നെ നിന്നങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഷർട്ട് പോലും ഊരാന്നതാണ് നിങ്ങളോട് ഇൻട്രോ എടുത്തത്. എന്താന്ന് വെച്ചാൽ ഷർട്ട് പിന്നെ ആ കൊച്ചിന്റെ പറച്ചിൽ എനിക്ക് ഇതാണ്. ആ ഷർട്ടൊക്കെ ഇട്ട് ആ തോർത്തൊക്കെ പിടിച്ച് മമ്മിയുടെ ആ പോക്കാ ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും ഈ ഷർട്ടിനൊക്കെ ഭയങ്കര ചൂടാണേ. അതുകൊണ്ട് നമുക്ക് ശരീരം പുകയുന്ന പോലെ തോന്നും. പുകയുന്നു. ഇപ്പം അത്രയും നിങ്ങളോട് അത്രയും സംസാരിച്ചപ്പോഴത്തേനും പെടലിയൊക്കെ പുകയുന്നു. അതാ പിന്നെ കുടിക്കാതെ. പക്ഷെ രാവിലെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് കേട്ടോ. ഡിസംബറിൽ പോലും ഇല്ലാത്ത തണുപ്പാണ് ഇപ്പോൾ. ഭയങ്കര തണുപ്പ്. വെള്ളത്തിലോട്ടൊന്നും തൊടത്തില്ല. കൈയൊക്കെ അങ്ങോട്ടേ കോച്ചി മറിച്ചു വായിക്കാത്തോട്ടോ കൊള്ളത്തില്ല. പല്ലുവേനയൊക്കെ ഉള്ളൊരു അവസ്ഥ എന്നായിരിക്കും. പിന്നെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കിയൊക്കെ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്യുന്നത്. അതേപോലൊക്കെ തണുപ്പാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ അയൽവക്കക്കാരും നാട്ടുകാരും നമ്മുടെ ഞങ്ങളുടെ ആ ഗ്യാങ് ഫുള്ള് എങ്ങനെയുണ്ട്? അടിപൊളിയാണ് കേട്ടോ. സെറ്റെന്ന് വെച്ചാൽ സെറ്റാണ് കേട്ടോ. ചേട്ടന്മാരാണേലും ഇപ്പോൾ കുറേ ചേട്ടന്മാർക്കൊക്കെ മടിയാണ് ഇങ്ങനെ വീഡിയോക്ക് എത്തിക്കാനൊക്കെ. പക്ഷെ നമ്മൾ അടുത്ത് 1-2 മസ്റ്ററോളോടൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഏകദേശമൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തും. പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നാ പറഞ്ഞാലും പറയുന്ന ഉടനെ പാട്ട് അമ്മ ഒരു പാട്ട് പാടാവോ? അല്ല സുരചേട്ടനാണെങ്കിൽ ഇന്നലെ ഞാൻ സന്ധ്യയായപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പുതിയ കുഞ്ഞു കട തുറന്നിട്ടില്ലേ, അവിടെ വരെ ഞാൻ ഇറങ്ങിപ്പോയി. അപ്പം സുരചേട്ടൻ അവിടെ വന്ന് എന്തോ സാധനം മേടിച്ചിട്ട് പോകാൻ നോക്കണേ. അപ്പോൾ പോട്ടെ എന്ന് ചോദിച്ചു ആ കടക്കാരോട്. അപ്പം ഞാൻ പറയും ഇന്ന് പോകാത്തേ. അപ്പോൾ എന്നെ കണ്ടില്ലായിരുന്നു ആ സുരചേട്ടൻ. ഞാൻ പറയും ഇന്ന് പോകാൻ കൊള്ളത്തില്ലാത്ത ദിവസം ഇന്ന് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞേ. അന്നേരത്തേന് എല്ലാവരോടും ഇത് ചിരിച്ചിട്ട് അന്നേരം എന്നോട് പറഞ്ഞു, കൊച്ചെ നാളെ നമുക്ക് ചെറിയൊരു ഗാനമേള നടത്തിയേക്കാം, നീ പോരെ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. പണ്ടൊക്കെ ഭജനപ്പാടിനും കാര്യങ്ങൾക്കും ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നേ. അവരുടെ ആ ഒരു കുടുംബക്കാരെല്ലാവരും തന്നെ പോകുമായിരുന്നെന്ന്. അപ്പോൾ ഇപ്പം പാടാനൊന്നും പറ്റുന്നില്ലടി ചോദിച്ചാൽ ശ്വാസം മുട്ടുന്ന മാതിരിയല്ലേ അങ്ങനെ ചെയ്യുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് പാടുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. പാട്ടെല്ലാം മറന്നുപോയി. നിങ്ങൾ പറയുന്നുണ്ട് പാട്ട്. അപ്പം സിന്ധുവും രഞ്ജുവും സരിതയും പിന്നെ എല്ലാവരും ചേച്ചിയും അമ്മാമയും ഒത്തിരി പേര് എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവരും പറഞ്ഞിട്ട് പാട്. സെവീന, നമ്മുടെ പേറ്റ്, രജനി, അങ്ങനെ എല്ലാവരും പാടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേരം തന്നെ പാടി നമുക്ക് തരാനുള്ളൊരു മനസ്സേ അല്ലേ, ഒരു ഭയങ്കര ഇതല്ലേ. നമ്മളോടൊക്കെ പാടോ അങ്ങനെ ഒന്ന് പാട് വെച്ചേ അല്ലെങ്കിൽ ഒരു 2 വാക്ക് പറ വെച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചമ്മലും പൊടിയൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെ സവാക്കുമ്പോൾ ഒന്നുമില്ല. നമ്മുടെ അമ്മാമ്മയ്ക്കും നമ്മുടെ സുരച്ചേട്ടനും ഒക്കെ കേട്ടോ പറഞ്ഞ് അന്നേരം ചെയ്തു തരുന്നുണ്ട്. എന്നെ എൻ്റെ അയൽവക്കക്കാരാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഉള്ളിനുള്ളിൽ നിറഞ്ഞ സന്തോഷമാണ് കേട്ടോ. സത്യമായിട്ടും എല്ലാവർക്കും ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താണെന്നറിയോ, ഒരു 5-6 വർഷം മുമ്പ് തുടങ്ങി ഈ തൊഴിലുറപ്പിന് ഇറങ്ങേണ്ടതായിരുന്നു ഇത്. അവർക്ക് വർഷങ്ങളായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനല്ലേ ഈ വർഷം ഇറങ്ങിയത്. അപ്പം ഇപ്പം എല്ലാവരും പറയും ഇപ്പം നിനക്ക് മനസ്സിലായോ ഇവിടുത്തെ രസങ്ങൾ രീതികൾ എന്ന്. എനിക്കിപ്പം ശരിക്കും തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത്രയും നമുക്ക് സന്തോഷവും ഇതൊക്കെ കിട്ടും. നമ്മൾ ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സൗന്ദര്യം കൂടും, ആയുസ് കൂടും, രോഗം മാറും. ഇതിനെല്ലാം ഒരു മരുന്നാ ചിരി എന്ന് പറയും. എന്നുള്ളതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ചിരിക്കാനും സന്തോഷിക്കാനും അവരുടെ എല്ലാം കൂടെ തകർത്തടിക്കാനും വരുന്നുണ്ട്. അത്യാവശ്യം ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിനും അതുകൊണ്ട് ഗുണമാണ് അല്ലേ. നമ്മൾ വീട്ടിൽ ചടഞ്ഞിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഗ്യാങ് ഫുള്ള്, ആ ഒരു ഗ്രൂപ്പ് ഫുള്ള് എന്നും എനർജി ആയിട്ട് സന്തോഷത്തോടെ ഇപ്പം പോകുന്ന കണക്ക് ആരോഗ്യവും സമാധാനവും ശാന്തിയും പണി ചെയ്യാനുള്ളൊരു ആരോഗ്യമൊക്കെ കിട്ടി സർവേശ്വരൻ ഇങ്ങനെ തന്നെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അതൊരു കുടുംബം തന്നെ പറയാം. അപ്പം ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ തൊഴിലുറപ്പിലുള്ള എല്ലാവരുടെയും കുടുംബത്തിന് സമാധാനവും ശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉടുപ്പയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂടുതലും അവരോടൊന്ന് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.